ഹലോ ഗൈസ്, എല്ലാവർക്കും ജെറീസ് വേണ്ടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് 1300 അടി ഉയരമുള്ള പാണ്ഡവൻ പാറയുടെ മുകളിലാണ് കേട്ടോ. അതിമനോഹരമായ കാഴ്ചകളാണ്, നമ്മൾ നോക്കി നിന്ന് പോകും. പുനലൂരിൽ നിന്നും ഏകദേശം 12 കിലോമീറ്ററാണ് ഉറുകുന്ന് എന്ന സ്ഥലത്തെത്താൻ. അവിടെ നിന്ന് 2 കിലോമീറ്റർ മുന്നോട്ട് പോയാൽ ഒരു കാണിക്ക മണ്ഡപം കാണാം. ഈ കാണിക്ക മണ്ഡപത്തോട് ചേർന്ന് തന്നെ ഒരു കോൺക്രീറ്റ് റോഡ് കാണാം. കുറേ സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് കയറിയിട്ടും തീരുന്നില്ല. അത്രയ്ക്ക് സ്റ്റെപ്പുകളാണ് കേട്ടോ. കാരണം 1300 അടിയാണ് ഈ പാണ്ഡവൻ പാറ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ താഴ്വാര ഭാഗമാണിത്. ഇതിന് മുകളിൽ എത്താൻ വേണ്ടി 1/2 കിലോമീറ്ററോളം കുത്തനെയുള്ള റോഡാണ് കേട്ടോ. റോഡെന്ന് പറയാൻ പറ്റത്തില്ല, ശരിക്കും പാറയാണ്. സ്റ്റെപ്പുകളൊന്നുമില്ല, പാറ കഷ്ണങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. ഈ പാണ്ഡവൻ പാറയുടെ അടിഭാഗമാണ് ഈ കാണുന്നത് നമ്മൾ കേട്ടോ. ഇതിന് മുകളിൽ വേണം നമ്മൾ കയറാൻ. ഇനിയും പോകണം ഒരുപാട്. ശരിക്കും ഒരു പ്രകൃതി ഭംഗിയാണ് കേട്ടോ. ചുറ്റും വനപ്രദേശമാണ്. എപ്പോഴും സൈലന്റ് ആണ് ഇവിടെ. നല്ല നമ്മൾ കയറി പോകുമ്പം എളുപ്പം കയറി പോയാൽ നമ്മുടെ കാലൊക്കെ കഴിക്കും. പെതുക്കെ കയറി പോകുന്നതാണ് ഏറ്റവും വൃത്തി. കുറച്ചു നേരം റെസ്റ്റൊക്കെ ചെയ്ത്. ഇവിടെ ഇന്ന് ശിവരാത്രി ദിവസമായതുകൊണ്ട് ഒരുപാട് അമ്മമാരൊക്കെ വരുന്നുണ്ട്. പക്ഷേ കാല് വയ്യാത്തവരൊക്കെ പെതുക്കെ നടന്നിട്ട് പകുതി വന്ന് ഇരുന്നൊക്കെയാണ് അവർ പോകുന്നത് കേട്ടോ. ഞാനും കുറേ ദൂരം ചെന്നതിന് ശേഷം കുറേ ഇരുന്നിട്ടൊക്കെയാണ് പോയത്. കാരണം നമ്മൾ ഒരുപാട് കയറി വരുമ്പോഴത്തേക്കും നമുക്ക് ശ്വാസം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. എല്ലാവർക്കും ഉണ്ടോയെന്ന് അറിയത്തില്ല, എനിക്ക് അങ്ങനെയായിരുന്നു. ഇത് നമ്മൾ പാണ്ഡവൻ പാറയുടെ അടിഭാഗമാണിത് കാണുന്നത് കേട്ടോ. രാവിലെയാണ് നമ്മളിവിടെ പോകുന്നത്. എന്നാലും ഏകദേശം ഒരു 9:30 മണിയൊക്കെ ആയി കേട്ടോ. വെയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. പാറയുടെ മുകളിൽ നല്ല കാറ്റാണെന്ന് പറയുന്നത്. പക്ഷേ വെയിലും ഉണ്ട്. നമ്മൾ വനത്തിന് നടുക്കൂടെ പോകുന്നത് നമുക്ക് ക്ഷീണമൊന്നും തോന്നുന്നില്ല. ചെറിയൊരു വെയിലിൻ്റെ ആയം മാത്രമേ അടിക്കുന്നുള്ളൂ. കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേനും ശരിക്കും എനിക്ക് എന്താ പറയുക, ഒരിടത്ത് ഇരുന്നോളാൻ വയ്യ. ഞാൻ അങ്ങനെ ഒരു സ്ഥലങ്ങളിൽ ഇരുന്നു. അവിടുന്ന് കണ്ടോ അത്രയും കുത്തനെയുള്ള കയറ്റമാണ് കയറി വരുന്നത്. ചിലയിടത്തൊക്കെ ഇങ്ങനെ പാറകളുണ്ട് കേട്ടോ. നമ്മൾ ചിലയിടത്തൊക്കെ സ്റ്റെപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഏകദേശം പാണ്ഡവൻ പാറയുടെ മുകളിൽ എത്താറായിട്ടുണ്ട്. ശരിക്കും നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. പിന്നെ ഇവിടെ വരാത്തവർക്കൊക്കെ തീർച്ചയായിട്ടും വരണം കേട്ടോ. നമ്മളിവിടെ വന്ന അമ്മ ഇങ്ങനെ പെതുക്കെ നമ്മുടെ കൂടെ തന്നെയുണ്ട് അമ്മ. കാരണം ഒരുപാട് ആൾക്കാർ ഇന്ന് പൊങ്കാല ഇടാനും പൊങ്കാല നേർച്ച കഴിക്കാനും പിന്നെ ശിവരാത്രിക്ക് വിളക്ക് കൊടുക്കാനും എല്ലാവരും ഇവിടെ വരുന്നുണ്ട്. അമ്പലം ഏകദേശം എത്താറായി. ഇവിടെ ഒരു ചെറിയ കാവുപോലൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞ് ആ പാറയുടെ മുകളിലേക്ക് അമ്പലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ചെരുപ്പൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇവിടുത്തെ വ്യൂ പോയിന്റ് എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല. നമുക്കിവിടെ നോക്കിയാൽ തെമ്മല നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. ചുറ്റുമുള്ള ഭാഗങ്ങളൊക്കെ അതിമനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അതിമനോഹരമായിട്ട് കാണാൻ പറ്റും. 1300 അടി ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ വന്ന വഴികൾ പോലും നമുക്കിതിന് മുകളിൽ നിന്ന് കാണാൻ പറ്റും. തെമ്മല ടൂറിസം, എക്കോ ടൂറിസം എല്ലാം നമുക്കിതിൽ കാണാൻ പറ്റും. ഇവിടെ നിന്ന് നമ്മൾ ചുറ്റും ഒന്ന് നോക്കിക്കഴിഞ്ഞാണ്ടല്ലോ എന്തോരം ഭംഗിയാണെന്നറിയോ. അത്രയ്ക്ക് ഭംഗിയാണ്. നമ്മളിവിടെ നോക്കി നിന്ന് പോകും. കുറേ നേരം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനൊക്കെ തോന്നും. അത്രയ്ക്ക് മനോഹരമാണ്. നിങ്ങൾ എല്ലാവരും ഇവിടെ വരണം കേട്ടോ. പിന്നെ ഇത് ഫുള്ള് പാറയാണ്.
താഴോട്ടൊക്കെ നോക്കുന്നത് നമ്മൾ ദൂരെ നിന്നൊക്കെ നോക്കിയാൽ മതി. കാരണം താഴെ ഫുള്ള് കൊക്ക പോലെയാണ്, ഫുള്ള് പാറയാണ്. 36 ഏക്കർ പാറയാണ് ഇവിടെ കേട്ടോ. അതിന് മുകളിൽ പൊങ്കാല ഇട്ട് എല്ലാവരും കുറേയൊക്കെ കഴിച്ചിരുന്നു. നമ്മൾ ചെന്നപ്പോൾ എന്തായാലും നമുക്കും കുറച്ച് പായസമൊക്കെ തന്നിരുന്നു അവർ. ഇവിടെ ഒരുപാട് പുരാണ കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ശിവപാർവതി അമ്പലമാണിത്. പണ്ട് കാലത്ത് പഞ്ചപാണ്ഡവന്മാർ ഇവിടെയാണ് എത്തിച്ചേരുകയും ഇവിടെ കുറേ നാൾ താമസിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതാണ് ഈ പാണ്ഡവൻ പാറ ഇത്രയും ഫേമസ് ആവാനുള്ള കാരണം. ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് ഭയങ്കര രസമാണ് ഇവിടെ. പക്ഷെ അതുവരെ നിൽക്കാൻ നമുക്ക് ടൈമില്ല. നമ്മൾ ഏകദേശം എല്ലാം ഒന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. ഇവിടെ അവർക്ക് ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്പലത്തിൽ. പിന്നെ ഇവിടെ ഒരു പഞ്ചപാണ്ഡവന്മാർ താമസിച്ചൊരു ഗുഹയുണ്ട്. നമുക്ക് അവിടേക്ക് പോയി നോക്കാം. ഇത് വലിയൊരു പാറയാണ്. ഇവിടെയാണ് പഞ്ചപാണ്ഡവന്മാർ താമസിച്ചിരുന്നത്. ശരിക്കും ഇവിടെ വിളക്ക് കത്തിക്കും ഒക്കെ ഉണ്ട്. കാവ് പോലെയാണ് ഇവിടെ. അതിനുശേഷം തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് വേറെ അത്ഭുതം ഞാൻ കാണിച്ചു തരാം. വലിയൊരു പാറക്കൂട്ടമാണ് ഇവിടെ മൊത്തം കേട്ടോ. പിന്നെ ഗുഹയിലേക്ക് വരാൻ ഒരുപാട് വഴികളൊന്നുമില്ല കേട്ടോ. ചെറിയൊരു വഴിയേ ഉള്ളൂ. അപ്പുറം ഇപ്പുറം ഒക്കെ മരങ്ങളും ചെടികളും ഒക്കെയാണ്. ചെറിയൊരു വഴിയൊക്കെയാണ് ഇതിലേക്ക് വരാൻ. അപ്പം നമ്മൾ വരുമ്പോഴൊക്കെ സൂക്ഷിച്ച് തന്നെ വരണം. ഇവിടെ ഇതിന് തൊട്ടപ്പുറത്തായിട്ട് ഒരു കുരിശുമല നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ആ കുരിശുമല. തൊട്ടിപ്പുറത്തെ അമ്പലവും അതിന് ഓപ്പോസിറ്റായിട്ട് ഒരു കുരിശുമലയും. ഇതാണ് ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെ കേട്ടോ. നിങ്ങൾക്ക് ഈ പാണ്ടൻപാറയും കുരിശുമലയൊക്കെ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ. ഉടൻ വരുന്നതായിരിക്കും. ജെറീസ് വേൾഡ്.